അതിനിടയിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ പരിഹാരമില്ലാതെ ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി തുടരുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പഞ്ചാബിലെയും ഡൽഹിയിലെയും MLA-മാരെ അരവിന്ദ് കെജ്രിവാൾ കാണുന്നതിൽ അനിശ്ചിതത്വമുണ്ട്. പാർട്ടിയിലെ പ്രതിസന്ധി പരിഹരിക്കേണ്ട സമയത്ത് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ പ്രചാരണത്തിൽ കെജ്രിവാൾ പങ്കെടുത്തതിലും വിമർശനം ശക്തമാണ്. അച്യുതൻ ചേരുന്ന വിവരങ്ങളുമായി. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ പറഞ്ഞ കൂറുമാറ്റ നിരോധന നിയമമൊന്നും നടപ്പാക്കാത്ത വണ്ണമുള്ള പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. കൂടുതൽ MLA-മാരും BJPയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് പഞ്ചാബിൽ മാത്രമല്ല ഡൽഹിയിലും എന്ന് കേൾക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാത്ത സമയത്ത് ബംഗാളിൽ ഇലക്ഷൻ വർക്കിലാണ് കെജ്രിവാൾ. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം? എങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നതാണ് ആപ്പിന്റെ പ്രതീക്ഷ. അച്യുതൻ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, അമൃത. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ആം ആദ്മി പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റിൽ പോലും അവരുടെ അംഗബലം അത് കുറഞ്ഞിരിക്കുന്നു. കാരണം 10 രാജ്യസഭാ MP-മാർ അതിൽ 7 പേരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. അപ്പോൾ ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലായിരുന്നു ഈ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്താൻ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. അപ്പോൾ ഇതിലാണ് ചില നേതാക്കൾ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി സമയങ്ങളിൽ പാർട്ടിക്കൊപ്പമാണ് ചിലവഴിക്കേണ്ടത്. ആ സാഹചര്യത്തിലാണ് ഈ ബംഗാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ആ പ്രചാരണ പരിപാടികൾ പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങിയെത്തണമായിരുന്നു എന്നാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഈ സമയം പ്രത്യേകിച്ച് MLA-മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിശ്വാസവും പിന്തുണയും ഉറപ്പിക്കേണ്ടത് ഈ മുതിർന്ന അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതിൽ നിന്നിങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്നുകൂടി പല നേതാക്കളും കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ഇതിനോടകം തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കളും കൈലാഷ് ഗെഹ്ലോട്ടിനെ പോലുള്ള പല നേതാക്കളും പാർട്ടി വിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ടു പിന്നാലെയാണ് MP രാഘവ് ചത്ത ഉൾപ്പെടെയുള്ള 7 പേർ പാർട്ടി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തോതിൽ അതിനെ ബാധിച്ചിട്ടുണ്ട്. വലിയ തിരിച്ചടിയാണ്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ MLA-മാർ, പഞ്ചാബിൽ നിന്ന് MLA-മാർ കൂടി കൊഴിഞ്ഞു പോയാൽ അത് പാർട്ടിക്ക് നിക്കക്കളി ഇല്ലാതെ വരും. കാരണം ഡൽഹിയിൽ ഭരണം നഷ്ടമായിരിക്കുന്നു. ഇനി ആ കൂടി പഞ്ചാബിലാണുള്ളത്. അവിടെയും പാർട്ടിക്ക് ഒരു തിരിച്ചടി ഏൽക്കേണ്ടി വന്നാൽ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടിക്ക് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് പോകും. ഇത് പല നേതാക്കളും വിലയിരുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ വേണം, MLA-മാരുമായി കൂടിയാലോചനകൾ വേണം, ചർച്ച വേണം എന്നൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയാണ്. എന്തായാലും അദ്ദേഹം മടങ്ങിയെത്താത്തതിലാണ് ഈ ഒരു അനിശ്ചിതത്വം, കൂടിക്കാഴ്ചയിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നത്. ഹാഷ്മി, അമൃത. ഓക്കെ, ആം ആദ്മി പാർട്ടി അതിന്റെ വഴിയിൽ ഒരുപക്ഷെ കെജ്രിവാൾ, മനീഷ് സിസോദിയ അടക്കം ജയിലിൽ കിടന്ന കാലത്തേക്കാൾ കൂടുതൽ സങ്കീർണമായ പ്രതിസന്ധി ആ പാർട്ടി അവിടെ നേരിടുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കുമോ ആം ആദ്മി പാർട്ടി? അതോ ഇതോടുകൂടി അതിന്റെ ജന്മം നൽകിയ സ്ഥലത്ത് തന്നെ അതിന്റെ നാശമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.